ഈ കളി കണ്ടുപിടിച്ചത് ഏത് രാജ്യക്കാരാന്ന് പറയാൻ പറ്റും? ചെസ് കളി കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ. നിങ്ങള് സീരിയൽ കാണലുണ്ടോ വീട്ടില്? അമ്മയും അച്ഛനൊക്കെ കഴിഞ്ഞ ഇന്നലെ അമൃത TV ഏതൊരു രാമായണം സീരിയൽ പുതിയതായി തുടങ്ങി. പുതിയതൊരു രാമായണം, ഭയങ്കര ഫയൽവേനായിട്ട് രാവണനൊക്കെ. രാവണൻ എന്ന് പറഞ്ഞൊരു മൂപ്പരെ കാണും. രാവണൻ ആരാ? രാവണൻ ആരാ? പോയിന്റിലേക്ക് എത്തണം. രാവണൻ എന്ന് പറയുന്നത് രാക്ഷസന്മാരെ രാജാവാണ്. എന്താ പ്രത്യേകത? തല എത്ര ഉണ്ട്? ഈ 10 തല. ശരിക്ക് രാവണൻ എല്ലാ മേഖലയിലും അതിവിദഗ്ധനാണ്. നല്ല സംഗീതം എഴുതാൻ അറിയാം. ശിവസ്തുതി രാവണൻ എഴുതിയതാണ്. പല മേഖലയിലും വിദഗ്ധൻ. അതുകൊണ്ടാണ് ഈ 10 തല എന്ന് പറയുന്നത്. പക്ഷെ രാവണൻ ഒരു കുഴപ്പമുണ്ട്, എപ്പോഴും എന്തെങ്കിലും യുദ്ധം ചെയ്തോളൂ. ഒന്നുകിൽ ദേവന്മാരോട് യുദ്ധം, അല്ലെ അസുരന്മാരോട് യുദ്ധം, അല്ലെ മനുഷ്യന്മാരോട് യുദ്ധം. ഇങ്ങനെ ഈ രാവണൻ കുഴപ്പക്കാരനാണെന്ന് കണ്ടിട്ട് രാവണന്റെ ഭാര്യയുടെ പേരെന്താ? ആർക്ക് പറയാം? രാവണന്റെ ഭാര്യയുടെ പേര് പറഞ്ഞോ? മണ്ടോദരി കണ്ടുപിടിച്ചതാണ് ഇതിന്റെ പഴയ രൂപം എന്നാ പറയുന്നത്. ചെസ്സിന് ഉദ്ദേശം മൂപ്പരെ ഒന്ന് വീട്ടില് കൊട്ടാരത്തിൽ ഇരുത്തണം. ഈ യുദ്ധമൊക്കെ ഇവിടെ ചെയ്യാം. രാവണൻ ചെസ് അന്ന് പഴയ ചതുരംഗ രൂപമാണ്. അത് പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സീതയുടെ പിന്നാലെ പോകാനും ഇങ്ങനെയുള്ള ഞങ്ങളുടെ കോഴിക്കോട് ഭാഷ വീണ്ടും പറയാം. ഞങ്ങൾ ഈ പ്രസംഗത്തിൽ എപ്പോഴും കോഴിക്കോട് ഭാഷ തന്നെ കോഴിക്കോട് മേഖലയിൽ ക്ലിക്കാവും. വണ്ടിയും വലയായി പോയി കോഴിക്കോടൻ ഭാഷ തന്നെ. ആകെ ടോട്ടൽ കൺഫ്യൂഷൻ രാവണന്റെ ജീവിതം. ഇപ്പൊ മണ്ടോദരി കണ്ടുപിടിച്ചതെന്നാണ് ഭാരതീയർ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു 100-500 കൊല്ലം മുമ്പ് ഇവിടെ വന്ന അറേബ്യൻസ് ഇത് പഠിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ അനുവദിക്കപ്പെട്ട കളികളിൽ ഒരു കളിയാണ് ഇത്. ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയി, സ്പെയിനിലേക്ക് കൊണ്ടുപോയി, പേര് ചതുരംഗം മാറ്റി ചെസ് നാക്കി തിരിച്ച് ഇന്ത്യയിൽ വന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല 100 കളിക്കാരെടുത്താൽ ഒരുപാട് കളിക്കാര് ഇന്ത്യക്കാരാണ്. ആ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ വിശ്വനാഥൻ ആനന്ദൊക്കെ പോയി. എന്റെ മുന്നിലിരിക്കുന്ന ഈ മക്കളാണ് അതിലെ 100-ൽ ഒരുപാട് പേര്. ചെസ്സില് കുട്ടിത്തം വന്നിരിക്കുകയാണ്. ചെസ്സിൽ ഇപ്പോൾ ഷൈൻ ചെയ്യുന്ന മുഴുവൻ കുട്ടികൾ ഇത് എന്തിനാ പഠിക്കുന്നത്? നിങ്ങൾ പേപ്പർ കണ്ടോ? പ്രജ്ഞാനന്ദ, വൈശാലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ. പ്രജ്ഞാനന്ദയും വൈശാലിയും ലോക ചരിത്രത്തിലെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ഒരേ ഒരു ആണും പെണ്ണും പ്രജ്ഞാനന്ദയും വൈശാലി. ഇത് എന്തിനാണ് ഈ പ്രജ്ഞാനന്ദയും വൈശാലി ഇത് പഠിച്ചതെന്ന് വെച്ചാല്, ഈ പ്രജ്ഞാനന്ദയും വൈശാലി ഏത് സമയം മൊബൈലിൽ കളിക്കുക. ഈ മൊബൈൽ കളിയിൽ നിന്ന് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുടെ വീടിനടുത്തുള്ള ഒരു ചെസ് കോച്ചിങ് സെന്ററിൽ, RV രമേശ് എന്ന് പറഞ്ഞാൽ നടന്ന ചെസ് കോച്ചിങ് സെന്ററിൽ കൊണ്ടാക്കിയതാണ്. പിന്നെ അവർ ലോക നിലവാരത്തിലെത്തി. ഇനി ഇത് പഠിച്ചാലുള്ള ഗുണങ്ങൾ പറഞ്ഞുതരാം. അതിന് ശേഷം ഞാൻ കളിയെ പറ്റി. 1, നമ്മള് എക്സസൈസ് എടുക്കുന്നില്ല. എന്തിനാ എക്സസൈസ് എടുക്കുന്നത്? ഇത് നിങ്ങൾ രാവിലെ എന്നിട്ട് കാണില്ലേ, ഓരോരോ അമ്മമാരോ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, കളരി പോകുന്നു, ജിമ്മിൽ പോകുന്നു. എന്തിനാ? അതേ പറയാം. എന്തിനാണ്? ശരീരം ഉഷാറായി നിർത്താൻ, ബുദ്ധി ഷാർപ്പനായി നിർത്താനുള്ള ഒരു എക്സസൈസ് ആണ്. ഇറ്റ് ഈസ് എൻ ഇന്റലക്ച്വൽ എക്സസൈസ്. നമ്മളൊരു കത്തി, അടുക്കളയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കത്തി, എത്ര വില കൊടുത്ത് വാങ്ങിയ കത്തിയാണെങ്കിലും മൂർച്ചയാക്കിയില്ലെങ്കിൽ ഒരുപാട് സമയം വേണ്ടി കട്ട് ചെയ്യാൻ. ബുദ്ധി നമുക്ക് കൂടാൻ പോകുന്നില്ല, പക്ഷെ ബുദ്ധി ഷാർപ്പൻ ചെയ്ത് നിർത്തണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗെയിമാണിത്. 1. 2, നിങ്ങള് മറന്നു പോകാൻ വളരെ പ്രശ്നങ്ങളുണ്ട്. മറന്നു പോകാൻ, പരീക്ഷയ്ക്ക് പഠിക്കും മറന്നു. കുറച്ച് പ്രായമായാൽ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പം മുത്തശ്ശനോ മുത്തശ്ശിയോ ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ പേരൊക്കെ മറന്നു. ചിലപ്പോൾ മുത്തശ്ശി പറയുന്ന കൊട എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല, മോളൊന്ന് തിരഞ്ഞു നോക്കുക. അത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഡിമെൻഷ്യ അല്ലെ അൽഷീമേഴ്സ്. ഇതിന് ലോകത്ത് പറയുന്നത് മരുന്നില്ല. ഒരേ ഒരു മരുന്ന് ചെസ് കളി പോലത്തെ ഗെയിംസ് പഠിക്കാനാണ്. ബ്രെയിനിന് 2 സൈഡുണ്ട്, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്. നിങ്ങളെ വലത്തെ കൈ ഏതാ? വലത്തെ കൈ റൈറ്റ്
റൈറ്റ് ലെഫ്റ്റ് കാണിച്ച്. അതേപോലെ ബ്രെയിനിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ്. റൈറ്റ് സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്. നമ്മൾ റൈറ്റ് സൈഡ് ആക്റ്റീവ് ആവുന്ന ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗവും, അല്ലെ ലെഫ്റ്റ് സൈഡ് ആക്റ്റീവ് ഉള്ള ആളുകളാണ്. അതുകൊണ്ടാണ് നമ്മൾ വലത്തെ കൈകൊണ്ട് എഴുതുകയൊക്കെ ചെയ്തത്. റൈറ്റും ലെഫ്റ്റും ഒരേപോലെ സ്റ്റിമുലേറ്റ് ചെയ്താൽ നമുക്കിപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇരട്ടി പഠിക്കാൻ പറ്റും. അതിന് കുറേ എക്സസൈസ് ഉണ്ട് ചെയ്യാൻ പറ്റുക. എക്സസൈസ് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ വലത്തെ കൈ കൊണ്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഇടത്തെ കൈ കൊണ്ട് ചെയ്യാൻ നോക്കുക. ഒരു ക്ലാസ് എടുക്കണം എന്ന് തോന്നിയാൽ ഇടത്തെ കൈ കൊണ്ട് എടുക്കും, വലത്തെ കൈ കൊണ്ട് എടുക്കാൻ എളുപ്പമാണെങ്കിലും ഇടത്തെ കൈ കൊണ്ട് കൂടെ എടുക്കുക. ഇതിനുള്ള എക്സസൈസാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഗെയിമാണ്. റൈറ്റ് സൈഡും ചെയ്യാം, ലെഫ്റ്റ് സൈഡ്. നിങ്ങളുടെ ക്ലാസ്സിൽ ചിലപ്പോൾ ടീച്ചർമാർ പറയുന്നുണ്ടാവും, ഈ ഇടത് വശം കൊണ്ട് കണക്ക് കൂട്ടലുകളാണ് നമ്മൾ ചെയ്യുന്നത്, വലത് വശം കൊണ്ടാണ് ഇമാജിനേഷൻ ചെയ്യുന്നത്, ഭാവന ഉണ്ടാവും. അപ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് നിങ്ങൾ ഒരു കുട്ടി, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, ഒരു കുട്ടി റൈറ്റ് സൈഡ് മോട്ടിവേറ്റഡ് ആണോ ലെഫ്റ്റ് സൈഡ് മോട്ടിവേറ്റഡ് ആണോ എന്നറിയാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം, ഒരു കുട്ടി ഇങ്ങനെ മഴവിൽ നോക്കിയിട്ട് പറയാണ്, എന്ത് രസമാണ് മഴവിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോർമലി അത് ലെഫ്റ്റ് സൈഡ് ഡോമിനൻ്റ് ആണ്. പക്ഷെ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു കേട്ടി, ചെറിയ കുട്ടി, നല്ല മഴവില്ലാണ്, നോക്കൂ, അമ്മയുടെ മുഖം പോലെ തന്നെ ഭംഗിയുണ്ട് മഴവില്ല് എന്ന് പറഞ്ഞാൽ അപ്പം മനസ്സിലാക്കണം അവൻ്റെ മറ്റേ സൈഡ് കൂടി ആക്റ്റീവാണ്. ഇപ്പം നമ്മുടെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ നമ്മുടെ ഒരു സൈഡ് മാത്രമേ ആക്റ്റീവായി നിൽക്കുന്നുള്ളൂ. രണ്ട് സൈഡും ആക്റ്റീവായാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 4 മാർക്കാണ് 8 മാർക്കാക്കാൻ പറ്റും, ഫുൾ മാർക്കാക്കാൻ പറ്റും. നമ്മൾ രണ്ട് സൈഡും ഷാർപ്പനായി നിർത്തണമെങ്കിൽ ഒരു കളി പഠിക്കണം, അത് ചെസ്സ് കളിയാണ്. പിന്നെ നമുക്ക് ഉണ്ടാവേണ്ട വേറൊന്നുണ്ട്. ഇപ്പോൾ ഒരു എഞ്ചിനീയർ, ആ എഞ്ചിനീയറോട് ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞാൽ ആ എഞ്ചിനീയർ ബിൽഡിങ്ങിൽ ഇങ്ങനെ ഒരു ചെറിയ തുള വരച്ചെങ്കിൽ മാത്രമേ ആ തുള ഉണ്ടാവൂ. ഇപ്പം നമ്മളോടൊരു ബിൽഡിംഗ് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ജനൽ കൊടുക്ക്, വാതിൽ കൊടുക്ക്, കാരണം നമുക്ക് ഇമേജിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം സ്പാഷ്യൽ ഇമേജ് എന്നാണ്. അപ്പോൾ ഒരു സ്പാഷ്യൽ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു കാര്യം കുട്ടികൾ നമ്മൾ വളർത്തിക്കൊണ്ടാണ്. അതായത് മനസ്സിലിപ്പോൾ ഒരു 5 നില ബിൽഡിംഗ്, 5ാം നിലേൻ്റെ മുകളിൽ പിന്നെ ഹെലികോപ്റ്റർ ഇറങ്ങുന്നു, ആ ഹെലികോപ്റ്റർ ഇറങ്ങി ഇന്ന കോണി വഴി താഴേക്ക് ഇറങ്ങുന്നു, ആ മനസ്സിങ്ങനെ കാണണം. അങ്ങനത്തെ ഒരു ആർക്കിടെക്റ്റ് ആവുന്നു. അത് ചില ആളുകൾക്ക് ചില ഇൻ്റലിജൻസിനെ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെസ്സ് കളി പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കുതിര 4ാമത്തെ നീക്കത്തിൽ ഇന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ മറ്റേ ആൾ ഇന്നത് കളിക്കുന്ന, അപ്പോൾ നമ്മളിങ്ങനെ അതിങ്ങനെ തുടർന്ന് വരും. പല രാജ്യങ്ങളിലും ചെസ്സ് നിർബന്ധിത പഠന വിഷയമാണ്. പല രാജ്യങ്ങളിലും. ഇന്ത്യയിൽ ചെസ്സ് നിർബന്ധ പഠന വിഷയമാക്കാൻ വേണ്ടിയിട്ട് ചെസ് ഫെഡറേഷൻ ഗവൺമെൻറ്റിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഈ ഡിജിറ്റൽ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്ന കാര്യങ്ങളിൽ നിന്ന് കുറേ ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവന്നുള്ള അഡ്വാൻറ്റേജാണ്. ഇപ്പം അമ്മയും അച്ഛനും ഇപ്പം എന്താ ചെയ്യുന്നത്? ഏറ്റവും കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞ്, ചെറിയൊരു കുട്ടി, 2 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ ഇങ്ങനെ ഐലിഡ് ഇങ്ങനെ ചലിക്കുന്നില്ല. കൊണ്ട് ചെന്നപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? ഇത് 6 മാസം മുതൽക്ക് ഇത് കരയുമ്പോൾ ഈ മൊബൈലാണ് വെച്ച് മുന്നിൽ കൊടുക്കുന്നത്. അച്ഛനമ്മയും ജോലിയുടെ തിരക്കാണ്. അപ്പോൾ ഇതിങ്ങനെ നോക്കിയിട്ട് ഐലിഡ് വരെ ഐലാഷസ് വരെ ചലിക്കാതെ ആയിപ്പോയി. ബാക്കി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമുക്കിതിൽ നിർബന്ധമായിട്ട് മനസ്സിനെ മാറ്റണമെങ്കിൽ മനസ്സിൽ വ്യാപരിക്കുന്ന 2 കൈ കൊണ്ടും പ്രവർത്തിക്കുന്ന എന്തെങ്കിലും കാര്യമാണ്. നിങ്ങൾ പഠിച്ചോ, പിയാനോ പഠിച്ചോ, കുഴപ്പമില്ല, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പഠിക്കാൻ പറ്റുന്നതാണ്. കീബോർഡ് പഠിച്ചോ. ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റായ ഒരു സാധനമാണ്. ഒരുപാട് സമയം നിങ്ങൾക്ക് യൂസ്ഫുൾ. അതിങ്ങനെ കാണുമ്പോൾ വളരെ പെട്ടെന്ന് 64 കണ്ടിയിലൊരു സംഭവമല്ല, ഏറ്റവും അധികം ലോകത്ത് ലിറ്ററേച്ചറുകളുള്ള സംഭവമാണ്. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഇഷ്ടം പോലെ സ്കോപ്പാണ്. ഹയർ സെക്കൻഡറി സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ കണ്ണൂർ തളിപ്പറമ്പിൻ്റെ മുമ്പ് പാപ്പിനിശ്ശേരിയുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ സ്പോർട്സ് കോട്ടയിൽ മെഡിസിൻ കിട്ടിയത് ചെസ്സിലൂടെയാണ്. നമ്മുടെ ചെസ്സിൻ്റെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂരുകാരനാണ്. ഇപ്പം എല്ലാ സ്ഥലത്തും ഇത് പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ശാസ്ത്രീയമായിട്ട് പഠിക്കണം. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്നത്തെ തലമുറയുടെ തോൽവി അംഗീകരിക്കാൻ പറ്റുന്നില്ല.
SSLC റിസൾട്ട് വന്നാലും ഹയർ സെക്കൻഡറി റിസൾട്ട് വന്നാലും പിന്നെ എൻട്രൻസ് റിസൾട്ട് വന്നാലും മാതാപിതാക്കൾക്ക് പേടിയാണ്. കുട്ടികൾ എവിടെ പോകുന്നു, എന്ത് ചെയ്തു. ഇന്ത്യയിൽ 1 മണിക്കൂറിൽ 1 സ്റ്റുഡൻറ്റ് ആത്മഹത്യ ചെയ്യുന്നുണ്ട് ആവറേജ്. എത്രയോ കുട്ടികളെ കാണാതെ പോകും. കാരണം കുട്ടിക്ക് തോൽക്കാൻ പേടിയാണ്. ചെസ്സ് കളിയിൽ ഏറ്റവും വലിയൊരു ഗുണം നമ്മൾ തോൽക്കാൻ പഠിക്കുന്നു. തോറ്റ് കഴിഞ്ഞാൽ ടെൻഷനില്ല നമുക്ക്. അത് പഠിക്കണം, നമ്മൾ തോൽക്കാൻ പഠിക്കണം നമ്മൾ. പിന്നെ വേറൊന്ന് പഠിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഇവക്ക് കണക്കിൽ മാർക്ക് പറഞ്ഞു, ഉടൻ പറയും അമ്മ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ഇവക്ക് മലയാളത്തിൽ മാർക്ക് പറഞ്ഞു. അന്നേ ഞാൻ പറഞ്ഞല്ലോ അമ്മാമ്മൻ്റെ വീട്ടിൽ കല്യാണത്തിന് പോകണ്ട. നല്ല രസം. അമ്മേൻ്റെ മേലിച്ചാര, അമ്മാമ്മൻ്റെ മേലിച്ചാര, അച്ഛൻ്റെ മേലിച്ചാര, ഇതങ്ങോട്ട് കളിച്ചു തുടങ്ങിയാൽ ഇത് തോൽവിക്കും ജയിക്കും നമ്മൾ മാത്രമാണ് ഉത്തരവാദിത്വം. അതൊരു പുതിയ അറിവാണ്. ഒരു സാധനത്തിന് ഉത്തരവാദിത്വം നമ്മൾക്ക് മാത്രമാണ്. ഇതിലാരും ഇടപെടില്ല കളിക്കുന്ന സമയത്ത്. പിന്നെ മാനസിക വിഭ്രാന്തിയുള്ള അസുഖമുണ്ട്, വലിയ വലിയ അസുഖങ്ങൾ, ഷിസോഫ്രീനിയ എന്നൊക്കെ പറയും. പല രാജ്യങ്ങളിലും അതിന് ട്രീറ്റ് ചെയ്യാനും കൂടി ഉപയോഗിക്കണം. അത്ര ലെവൽ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന വളരെ അത്ഭുതകരമായ ഒന്നാണ് ഇത്. അതിൻ്റെ ഫിലോസഫിക്കലുണ്ട്. കളി കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ചോട് വാരിയിട്ടൊരു പെട്ടിയിലേക്ക് ഇടുക. ഒരു ഇറ്റാലിയൻ പഴമൊഴിയുണ്ട്, ഏത് സാധുവായാലും ശരി, ഏത് രാജാവായാലും ശരി, ഏത് മന്ത്രിയായാലും ശരി, ഈ ലോകത്തെ കളി കഴിഞ്ഞാൽ ഒറ്റ പെട്ടിയിലേക്കാണ് തിരിച്ചു പോവുക. ചെസ്സിലങ്ങനെയാണ്. പുറത്തെത്തിയ ക്യൂനും കിങ്ങും ഒക്കെ വെറും പ്ലാസ്റ്റിക് സാധനങ്ങൾ മാത്രം പെട്ടിയിലാവും. കളിക്കുമ്പോൾ വളരെ ആക്റ്റീവായിട്ട് കളിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് വരുന്ന ഏറ്റവും വലിയ പാഠം നമ്മുടെ കാല കൃത്യമായ സ്റ്റെപ്പിലൂടെ പറഞ്ഞാൽ, നേരത്തെ നമ്മൾ പറഞ്ഞ അംബികാ മേഡത്തിനെ പോലെ അത് രാജാവും രാജ്ഞിയും. അത് കിട്ടുന്ന സന്ദേശം നിയമം അനുസരിച്ച് മുന്നോട്ട് പോകണം. ഇപ്പം കുട്ടികൾ കാണാം ബൈക്കൊക്കെ ഓടിക്കുന്ന നിയമം തെറ്റിയിട്ട്. എങ്ങനെയാണ് നിയമം പാലിക്കേണ്ടതെന്ന് കുട്ടികൾക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്ന ഒരു ഗെയിമാണ്. അപ്പം ഈ ഗെയിം പഠിച്ച് തുടങ്ങുന്നതോടുകൂടി ഞാനൊക്കെ 100 കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്വഭാവത്തിൽ മാറ്റം വരുന്നത് മാത്രമല്ല, പരീക്ഷയിൽ വളരെ വലിയ മാർക്ക് നേടാൻ ഉപകരിക്കും. മെമ്മറി വളരെ കൃത്യമായിട്ട് നിൽക്കും. പിന്നെ എങ്ങനെ കുട്ടികളോട് ആളുകളോട് പെരുമാറണം എന്നുള്ള പഠിക്കും. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ പേടി മാറും. അപ്പം നിങ്ങൾ ഇതുവരെ ചെസ്സ് പഠിക്കാത്തവർ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത്രേ സമയമുള്ളൂ. രക്ഷിതാക്കളും അത് പഠിച്ചോളൂ. അത് കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ച് പോകാൻ ഇഷ്ടം പോലെ ആപ്പുകളുണ്ട്. അതിൻ്റെ പേരും ഞാൻ പഠിച്ചത്. ഇവിടെ വന്ന് കോച്ചിങ് കൊടുക്കാനൊന്നും ഇപ്പോൾ ആർക്കും സമയമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ഇവിടെ അടുത്ത ആളുകൾ പയ്യന്നൂർ നല്ല കളിക്കാരുണ്ട്, കണ്ണൂരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വരുമായിരിക്കാം. പക്ഷേ ഇവിടെ എൻ്റെ അറിവിൽ ഈ ഒരു പ്രദേശത്തില്ല കളിക്കാർ. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ലീച്ചസ് തുടങ്ങിയ ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞാനത് പറഞ്ഞു കൊടുക്കാം. അതൊന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ആകെ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ടുള്ള, അത് രക്ഷിതാക്കൾക്കും പഠിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. കുട്ടികൾ ഇത് പഠിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് നല്ലതാണ്. കുറച്ച് സമയം ഇതിൽ ചെലവഴിച്ചോട്ടെ. ഈ സൈസിലുള്ള ബോർഡ് വേണം. ഇത് വാങ്ങിയാൽ മതി, അച്ഛൻ്റെ ഷീറ്റ്. ഇതിനാണ് പറയുന്നത് ഇന്റർനാഷണൽ സൈസ്. ചെറിയ ചെസ് ബോർഡിൽ കളി പഠിക്കരുത്. ഈ ബോർഡ് വാങ്ങുമ്പോൾ സൈഡിൽ ഇങ്ങനെ ABCDEFGH എന്ന് എഴുതിയിട്ടുണ്ടാവും. സൈഡിൽ 1 2 3 4 5 6 7 എഴുതിയിട്ടുണ്ടാവും. ഈ സൈഡിൽ എഴുതിയപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഇവിടെ എഴുതിയത് മാത്രം നോക്കിയാൽ. ഇവിടെ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഈ കള്ളിയിൽ നോക്ക് A, ഇവിടെ 1. അപ്പോൾ ഈ കള്ളിക്ക് ഒരു പേര് വന്നു A1. ദിസ് ഈസ് A2. ഇതെത്രയാണ്? അപ്പോൾ A6. മനസ്സിലല്ലേ പേര്? അപ്പോൾ ഈ കള്ളി എത്രയാണ് പറയുന്ന? ഈ കള്ളി എത്രയാണ് പറഞ്ഞു? അവിടെ നിന്ന് കൊണ്ട് എണ്ണാൻ പറ്റും. എത്രയാണത്? H7 അല്ലേ? H7. മനസ്സിലായില്ല? കള്ളീൻ്റെ പേര് എടുക്കുന്നത് മനസ്സിലായില്ലേ? അതായത് ഇവിടെ നിന്ന് ABCDEFGH, ഇവിടെ നിന്ന് 1 2 3 4 5 8. അപ്പോൾ നമ്മൾ 64 കള്ളിക്ക് ഇപ്പോൾ ഒരു നമ്പർ കൊടുക്കും. അപ്പോൾ ഈ ഒരു കള്ളി എന്ന് പറഞ്ഞാൽ F1 ആണ്. ഇവിടെയാണ് വൈറ്റ് പീസ് വെക്കുക ഈ സൈഡ്. ഇവിടെ നമ്മൾ F8 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ കള്ളിക്കും ഒരു പേര് കൊടുക്കും. മനസ്സിലായി? അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ചെസ് ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് വൈറ്റ് സ്ക്വയർ ആയി, ലെഫ്റ്റിൽ ബ്ലാക്ക് സ്ക്വയർ, വൈറ്റ് കിങ് സെൻറ്ററിൽ ബ്ലാക്ക് സ്ക്വയർ, ബ്ലാക്ക് കിങ് വൈറ്റ് സ്ക്വയർ.
മനസ്സിലായില്ല? വെക്കുന്ന സമയത്ത്. പിന്നെ ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ഇതിൻ്റെ പേര് ഇതാണ്. എന്ത്? നമ്മൾ ചെസ്സ്, നമ്മൾ ചതുരംഗം വിട്ടു, ചെസ്സാണ് പഠിക്കുന്നത്. പ്യുവർലി ഇംഗ്ലീഷ് മാത്രമേ ഇതിന് പറയാൻ പാടുള്ളൂ, മലയാളം പറയുകയേ ചെയ്യും. ഈ ചെസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പറയണേ ഇംഗ്ലീഷിൽ ചിന്തിച്ചോളൂ. ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും നല്ല ആ ഭാഷയിൽ ചിന്തിക്കണം എന്നാണ്. ചെസ്സിൻ്റെ പുസ്തകങ്ങൾ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ് കൂടുതൽ കിട്ടുക, 90% പുസ്തകങ്ങൾ. അപ്പോൾ നമുക്ക് പുസ്തകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ പഠിക്കണം എന്ന് ഉദ്ദേശിക്കാൻ എടുക്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പേര് കിങ്. കിങ് എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് എന്തായിരിക്കും? വെരി ഗുഡ്. അപ്പോൾ ഇതോ ക്വീൻ. ക്വീൻ അപ്പോൾ സ്പെല്ലിംഗ് എന്തായിരിക്കും? QUEEN, ക്വീൻ. കിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. മറ്റേ കിങ്ങിനെ നമ്മൾ തോൽപ്പിക്കാനുള്ളത്. അപ്പോൾ അവസാനം വരെ നമ്മുടെ ബോർഡിൽ ഉണ്ടാവുന്ന ആളാണ് ഇയാൾ. ഈ ബോർഡിൽ ഏറ്റവും സ്ട്രോങ് ആയ ഏറ്റവും അധികം കരുത്തുള്ള ആളാണ് ക്വീൻ. ക്വീൻ. ഇപ്പോൾ രണ്ടാളുടെ പേര് മാത്രമേ കിങ്, ക്വീൻ. ഇതിൻ്റെ സൈഡിൽ ഇത് രണ്ടും ഓരോന്നുണ്ടാവുക. ഇങ്ങനെ രണ്ട് സാധനമുണ്ട്. ഇതിൻ്റെ പേരെന്താ? എലഫൻ്റ് എന്ന് പറയുന്നത് ബിഷപ്പ്. നമ്മൾ ഈ എലഫൻ്റ്, ഹോഴ്സ് എന്നൊക്കെ പറയുന്നത് പഴയ ചതുരംഗം എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ആ കളിയിൽ ഉപയോഗിച്ചിരുന്ന പേരുകൾ. ആ പേരേ നിങ്ങൾ പറയുന്നത് എലഫൻ്റ് എന്ന് ഒരിക്കലും പറയുകയേ ചെയ്യരുത്, ആന എന്നും പറയരുത്. നിങ്ങൾ ഇതിന് ബിഷപ്പ് എന്ന് പറയുന്നത്, BISHO, ബിഷപ്പ്. അപ്പോൾ എത്ര രണ്ട്. ഇതിനെ നമ്മളൊരു ഇത് രണ്ട് ഭാഗത്തും ഇങ്ങനെ വെക്കുന്നു. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് എന്താ പറയുക? രണ്ടെണ്ണത്തിന് എന്താ പറയുക? ഹോഴ്സ് എന്ന് പറയാം. എന്താ പറയുക? നൈറ്റ്. KNIGHT, നൈറ്റ്. ഇപ്പം രണ്ട് നൈറ്റ്, രണ്ട് ബിഷപ്പ്, ഒരു കിങ്, ഒരു ക്വീൻ. മറന്നുകൊണ്ട് ഇനി ഇത് രണ്ടും എന്താണ്? എന്താണ് പറഞ്ഞ മുഖറിയാൽ എന്താണ്? റോ. ROOK, റോ. അപ്പം എന്തൊക്കെയാ സാധനങ്ങളെല്ലാം പറഞ്ഞത്? ഒരു കിങ്, ഒരു ക്വീൻ, രണ്ട് ബിഷപ്പ്, കുതിര എന്നുള്ളതിന് നമ്മൾ പേര് ഉപയോഗിച്ച് നൈറ്റ്. അതിന് സ്പെല്ലിംഗ് KNIGHT. നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ N എന്നാണ് എഴുതുള്ളൂ, K സൈലൻ്റ് ആയിട്ട് എഴുതുക. ഇത് റോ. പിന്നെ അപ്പോൾ ഇത് 8. ഇതിൻ്റെ പേരെന്താ? ഇതിൻ്റെയൊക്കെ പോൺ. PAWN, പോൺ. പ്രോൺ അല്ല, പോൺ. PAWN, പോൺ. അപ്പോൾ 8 പോൺ, 8 പീസ്. പീസിൻ്റെ പേര് പറഞ്ഞു, പറഞ്ഞു. പീസിൻ്റെ പേരുകൾ വേഗം പറയും. കിങ്, ക്വീൻ, ബിഷപ്പ്, നൈറ്റ്, റോക്ക്, പോൺ. അപ്പോൾ 8 8 16. അങ്ങനെ തന്നെ ബ്ലാക്ക്. അപ്പോൾ 16 16 32, 32. ആകെ എത്ര സ്ക്വയറാണുള്ളത്? ചെറിയ കണക്ക് നിങ്ങൾ പറയാം. 8 ഇങ്ങനെ, 8 കള്ളി ഇങ്ങനെ. അപ്പോൾ എത്ര കള്ളിയാണ്? എത്ര കള്ളിയാണത്? എത്ര ക്ലാസ്സിലാണ്, എത്രാം ക്ലാസ്സിലാണ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നത്? പഠിക്കുന്നുണ്ടോ സ്കൂളിൽ? 2 × 2 4 പഠിക്കുന്നില്ല? ഉണ്ടോ? അങ്ങനെ പഠിക്കുന്നേ ഇല്ല. അപ്പോൾ 8 × 8 എത്രയാണ്? ഇങ്ങനെ 8 കള്ളി, ഇങ്ങനെ 8 കള്ളി. അപ്പോൾ എത്ര കള്ളിയാണ്? 8 × 8. 8 × 2 ആണ് വരുന്നത്. 64. ഇത് 62 സ്ക്വയറാണ്. ഇനി ഒരു ചോദ്യം, 64 സ്ക്വയറിൽ 64 സ്ക്വയർ, 64 സ്ക്വയറിൽ പകുതി വെള്ളയും പകുതി കറുപ്പും. അപ്പോൾ കറുപ്പ് എത്ര ഉണ്ടാവുക? 64ൻ്റെ പകുതി എത്രയാണ്? പറഞ്ഞോ? 32 വെള്ളയും 32 കറുപ്പും. അപ്പോൾ നമ്മുടെ കളി വെച്ച് കഴിഞ്ഞാൽ എത്ര കള്ളിയിൽ ആ പീസ് ഉണ്ടാകാം? അല്ല, മൊത്തം 64 കള്ളിയിൽ എത്ര കള്ളിയിൽ ഫുള്ള് പീസ് ഉണ്ടാവും നമ്മൾ സെറ്റ് ചെയ്താൽ? ബ്ലാക്ക് പോൺ 8, വൈറ്റ് പോൺ 8, ബ്ലാക്ക് പീസ് 8, വൈറ്റ് പീസ് 8. അപ്പോൾ ബാക്കി എത്ര കള്ളി ബാലൻസ് ഉണ്ടാവും? കൂട്ട് ഉണ്ടാവും. അറിഞ്ഞോ? 8 8 16, 8 24, 8 32.
32 കള്ളിയിൽ പീസുകളുണ്ടാവും, 32 കള്ളി ബ്ലാങ്ക്. ആ 32 കള്ളി ബ്ലാങ്കിൻ്റെ ഉള്ളിൽ കൂടെ ഇതെങ്ങനെയൊക്കെ പീസുകൾ മൂവ് ചെയ്ത് നമുക്ക് എതിരാളിയുടെ കിങ്ങിനെ തോൽപ്പിക്കാം. തോൽപ്പിക്കുക എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ വാക്ക് മെയ്റ്റാണ്. കിങ്ങിനെ തോൽപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് മെയ്റ്റ്. MAT. മെയ്റ്റ് ആക്കിയാൽ കളി ചെയ്യും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കളിയിൽ എങ്ങനെയൊക്കെയാണ് കിങ്ങും ക്യൂനും മൂവ് ചെയ്യാൻ പഠിക്കണം. കിങ്ങും ക്യൂനും റോക്കും ബിഷപ്പും ഒക്കെ അത് പഠിക്കണമെങ്കിൽ ഇങ്ങനെ നമുക്കിത് ബോർഡ് വെച്ചിട്ടേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഞാൻ വേണമെങ്കിൽ അത് താല്പര്യമുള്ള കുട്ടികൾ എൻ്റെ അടുത്ത് വന്നാൽ അത് ഓരോന്നും മൂവ് ചെയ്യുന്ന കാണിച്ചു തരാം. അല്ലാതെ നമുക്ക് പറയുമ്പോൾ ബുദ്ധിമുട്ടായി പറയാം. ഞാൻ അതിൻ്റെ ഇത് എടുത്തത് സ്ക്വയറുണ്ട്. അതായത് ഒരു കിങ് ഞാൻ പിടിച്ചതിൻ്റെ കിങ് തൊട്ട് എത്ര സ്ക്വയർ ഉണ്ട്, ചുറ്റും എത്ര കള്ളിയുണ്ട് നോക്കടെ, എണ്ണിയൊക്കെ ചുറ്റും എത്ര ഉണ്ട്. ഇത് 1 2 അങ്ങനെ എണ്ണിയൊക്കെ എത്ര കള്ളിയുണ്ട്. ഈ കിങ് നിൽക്കുന്ന കള്ളി ഒഴിവാക്കി ചുറ്റും എത്ര കള്ളിയുണ്ട് എണ്ണിയൊക്കെ. ഇതാ 1 ഒരു മൂലം എണ്ണിക്കോ, ഇവിടെ നിന്ന് എണ്ണിക്കോട്ടെ. ആ എണ്ണ റൗണ്ട് എണ്ണടാ. ആ ഇങ്ങനെ എണ്ണ 1 2 3 4 5 6 അങ്ങനെ എണ്ണ. ഈ കള്ളികളിലേക്ക് ഇതിന് നീങ്ങാൻ പറ്റും. കിങ് മൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ എത്ര കള്ളിയിലേക്ക് പറ്റും? ഇവിടെ ആകുമ്പോൾ എത്ര പറ്റും? ഇവിടെ 3 പറ്റുള്ളൂ. 3 ഇല്ല, ഇവിടെ കള്ളിയില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോഴോ അറിയാം, ഞാൻ പറയും പറഞ്ഞടാ. ഇതിപ്പോൾ എന്ത് നോക്കാനാ? ഇവിടെ 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 അല്ലേ? ഇതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇയാൾക്ക് ഇതിനെ വെട്ടണമെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. രണ്ടാമത് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. പക്ഷെ ഈ എല്ലാ സാധനവും അങ്ങനെ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ കൊണ്ട് ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തോളൂ. എങ്ങനെ കട്ട് ചെയ്യാം? എങ്ങനെ കട്ട് ചെയ്തോളൂ ഇതിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇങ്ങനെ നിരക്കി കൊണ്ടുപോകരുത്, ഇങ്ങനെ കട്ട് ചെയ്യാനേ പോകും. ഈ ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യും? ഇതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ അതായത് അങ്ങനെ കട്ട് ചെയ്യരുത്. അതായത് 2 നീക്കം കൊണ്ട് ഇതിനെ കട്ട് ചെയ്യണമെങ്കിൽ 2 മെത്തേഡ്. ഒന്നുകിൽ ഇത് കട്ട് ചെയ്യും, ഒന്നും കട്ട് ചെയ്യും. മനസ്സിലായി? അല്ലെങ്കിൽ എങ്ങനെ കട്ട് ചെയ്യാം? മനസ്സിലായി? തിരക്കുണ്ടാക്കുന്ന നിരക്കരുത് പൊളിച്ചു ഒറ്റ പോവാതെ ഫസ്റ്റ് 2. മനസ്സിലായില്ലേ? പിന്നെ ഒറ്റ ചോദിക്കുക. ഈ കുട്ടികളുടെ ഉത്തരം പറയണേ, വേഗം പറയണേ. ഇതുകൊണ്ട്